കണ്ണട ഉപയോഗിക്കാറുണ്ടോ? അതേപോലെ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നോർമൽ അലർജിയിലാക്കാരെ അപേക്ഷിച്ച് നിങ്ങൾ തുമ്മലും കണ്ണടച്ചും കൂടുതലായിരിക്കും. അതെങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. പുതിയ പഠനങ്ങൾ പ്രകാരം ഈ സ്പെക്സിലും കോൺടാക്ട് ലെൻസിലും ഒക്കെ തന്നെ കൂടുതൽ ഡസ്റ്റ് പാർട്ടികൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അലർജിയിലാക്കാർ ഇത് ഉപയോഗിക്കുമ്പോൾ അവരിൽ തുമ്മലും കണ്ണടച്ചും കൂടുതലായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ കോൺടാക്ട് ലെൻസും സ്പെക്സും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അലർജിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇപ്പൊ ഡിസ്പോസിബിൾ കോൺടാക്ട് ലെൻസ് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അത് ഉപയോഗിക്കാൻ പ്രത്യേകം അലർജികളൊക്കെ ശ്രദ്ധിക്കുക. പക്ഷെ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല അല്ലേ. അവരെന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺടാക്ട് ലെൻസ് ഒക്കെ നമ്മൾ ലിക്വിഡിൽ ഇട്ട് വെക്കാറുണ്ടല്ലേ. ആ ലിക്വിഡിൽ ഇട്ട് വെക്കുമ്പോൾ ഈ വിരലുകൾ ഉപയോഗിച്ച് ലെൻസ് നല്ലൊന്ന് റബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബോക്സിലോട്ട് മാറ്റാറുണ്ടല്ലേ. ആ ബോക്സിലോട്ട് മാറ്റുന്ന ബോക്സ് തന്നെ ദിവസവും ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കാനാണ്. 3 മാസത്തിലൊരിക്കൽ ആ ബോക്സ് മാറ്റാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ കണ്ണടകൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യാറുള്ളത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ത് ചെയ്യുക, ദിവസവും വാഷ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന വഴി കോൺടാക്ട് ലെൻസ് സ്പെക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ അലർജിനെ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കോൺടാക്ട് ലെൻസ് സ്പെക്സ് ഉപയോഗിക്കുന്ന അലർജിയുള്ള നിങ്ങൾ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ.